ഹലോ ഫ്രണ്ട്സ്, സോക്കർ ലൈവ് മലയാളത്തിന് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ പെനാൽറ്റിയെ കുറിച്ചാണ്. പെനാൽറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 50-50 ചാൻസാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഗോളാവും അല്ലെങ്കിൽ ഗോളാവില്ല, അങ്ങനത്തെ ഒരു ചാൻസാണ് പെനാൽറ്റി. അപ്പോൾ ആ പെനാൽറ്റിയുടെ നമ്മളെ സ്കോറിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പെനാൽറ്റിയിൽ നമുക്ക് സ്കോറിംഗ് ചാൻസ് കൂട്ടാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പം കാം ആൻഡ് കൂളായിരിക്കുക. നമ്മൾ പെനാൽറ്റി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതെ മാക്സിമം കൂളായിട്ട് പോയിട്ട് പെനാൽറ്റി എടുക്കാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തവണ ബ്രീത്തിനൊക്കെ ചെയ്യാം. ഇപ്പോൾ പെനാൽറ്റി അടിക്കാൻ വേണ്ടി റണ്ണപ്പ് ചെയ്യുന്നതിന് മുന്നേ 2 തവണ ബ്രീത്തിൻ ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് പെനാൽറ്റി അടിക്കാൻ വേണ്ടി പുറപ്പെടുക. നമ്മൾ മാക്സിമം പെനാൽറ്റിയിലേക്ക് ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ടെൻഷൻ അടിക്കാതെ മാക്സിമം പെനാൽറ്റി എടുക്കാൻ ശ്രമിക്കും. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പെനാൽറ്റി എടുക്കാൻ ചെല്ലുമ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ആയി നിൽക്കുക. ഗോൾ കീപ്പറെ മുന്നിൽ കുറച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ അഡ്വാൻറ്റേജ് എടുക്കുക. ഗോൾ കീപ്പറായിട്ട് ഗോൾ കീപ്പർ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന വിധത്തിൽ എന്ന് വെച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി പെനാൽറ്റി പുറത്തേക്ക് അടിച്ച് കളയോ ഗോൾ കീപ്പറെ കൈ കൊടുക്കാനോ പാടില്ല. മാക്സിമം കോൺഫിഡൻ്റ് ആയി നിന്ന് ഗോൾ കീപ്പറെ മുന്നിൽ ഒന്ന് എന്താ പറയുക അഡ്വാൻറ്റേജ് എടുക്കുക. അത് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അടിക്കുന്ന പൊസിഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യുക. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മൈൻഡ് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ബോൾ മാക്സിമം ഗോൾ കീപ്പർ കയ്യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ 4 കോർണറിൽ മാക്സിമം അടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഗോൾ കീപ്പർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു 4 ഏരിയകളാണ് 4 കോർണർ. പിന്നെ ഗോൾ കീപ്പർ കൈക്ക് നേരെ വരുന്ന പൊസിഷനിൽ ഒരിക്കലും അടിക്കാൻ പാടില്ല. അത് ഗോൾ കീപ്പർക്ക് ഈസിയായി സേവ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ അടിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് കൂളായിട്ട് പോയിട്ട് അവിടത്തേക്ക് പെനാൽറ്റി അടിക്കുക. ഗോൾ കീപ്പർ ഫേക്ക് ആക്കണമെങ്കിൽ ഫേക്ക് ചെയ്യുക, എന്നിട്ട് പെനാൽറ്റി അവിടേക്ക് തന്നെ അടിക്കുക. നാലാമത്തെ ഒരു ടിപ്പാണ്, ഇപ്പം മാക്സിമം പല ആൾക്കാരും ചെയ്ത് കാണുന്നതാണ്, പവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പെനാൽറ്റി അടിക്കാൻ ശ്രമിക്കുക. ഷൂട്ടൗട്ടിൽ പവർ മാത്രം കൊടുത്തിട്ട് പെനാൽറ്റി എങ്ങനെയെങ്കിലും ഗോളാക്കണം എന്നുള്ള രീതിയിൽ അടിക്കാൻ ശ്രമിക്കുക. അത് മാക്സിമം പുറത്തേക്കോ അല്ലെങ്കിൽ ബാറിന് മുകളിലേക്കോ പോകാനാണ് സാധ്യത. ചില സിറ്റുവേഷനിൽ അത് ഗോളായി തീരാനുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആക്യുറസിയിലാണ്. പവർ ഒഴിവാക്കാനല്ല, പവറും ആക്യുറസിയും ഒത്തുവരുന്ന രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിടുക ബോൾ. അതാണ് മാക്സിമം ഗോളാകാനുള്ള സാധ്യത കൂടുതൽ, പവറിനേക്കാളും കൂടുതൽ. അവസാനത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കോണ്ടാക്റ്റാണ്. നമ്മൾ കോണ്ടാക്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹൈ കോർണറിലേക്കാണ് അടിക്കുന്നുണ്ടെങ്കിൽ, മുകളിലത്തെ കോർണറിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒരു ഇൻസ്റ്റെപ്പിൻ്റെയും ഇൻസൈഡിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഭാഗത്തു നിന്ന് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക ബോളിന് കോണ്ടാക്ട് ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ താഴത്തെ കോർണറിലേക്ക് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻസൈഡ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇൻസ്റ്റെപ്പ് കൊണ്ട് അടിക്കുക കുറച്ച് പവർ കിട്ടാൻ വേണ്ടി. പക്ഷേ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇൻസൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു ബോണസ് ടിപ്പും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത്, നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഗോൾ കീപ്പറെ ഫേക്ക് ചെയ്ത് പെനാൽറ്റി അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം അത് ചെയ്യുക. നമ്മൾ ഒരു ഫേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി, പെനാൽറ്റി ഫേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പെനാൽറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ പെനാൽറ്റി റൂൾസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോസുമായി കാണാം. ഓക്കെ, ബൈ.